മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കാണാതായ മൊബൈൽ ഫോൺ അബുദാബിയിൽ നിന്നും കണ്ടെത്തി മട്ടന്നൂർ പോലീസ്. ഒരു വർഷം മുൻപാണ് കണ്ണൂർ സ്വദേശിയായ സുമയ്യയുടെ മൊബൈൽ ഫോൺ കോഴിക്കോട് നിന്നും കാണാതായത്. കോഴിക്കോട് വെച്ചാണ് സുമയ്യയുടെ മൊബൈൽ ഫോൺ കാണാതാവുന്നത്. സുമയ്യ നൽകിയ പരാതിയെ തുടർന്നാണ് മട്ടന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ഒരു വർഷത്തോളമായി നടന്ന പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് ഫോൺ കണ്ടെത്തിയത്. നഷ്ടപ്പെട്ട ഫോൺ വിദേശത്തായതിനാലും വളരെ അപൂർവമായി മാത്രം സ്വിച്ച് ഓൺ ചെയ്തിരുന്നതിനാലും പോലീസിന് വിവരങ്ങൾ ലഭിക്കുന്നത് പ്രയാസകരമായിരുന്നു. എന്നാൽ മട്ടന്നൂർ പോലീസിന്റെ നിരന്തരമായ നിരീക്ഷണത്തിനൊടുവിൽ ആ ഫോണിലേക്ക് നാട്ടിൽ നിന്നും ഒരു കോൾ എത്തിയത് അന്വേഷണത്തിൽ നിർണായകമായി. ആ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഫോണിന്റെ പുതിയ ഉടമയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. മലപ്പുറം തിരൂരിലെ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്നാണ് പുതിയ ഉടമ ഈ ഫോൺ വാങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തി. നിലവിൽ അബുദാബിയിലുള്ള ഇദ്ദേഹത്തെ പോലീസ് നേരിട്ട് ബന്ധപ്പെടുകയും ഫോൺ നഷ്ടപ്പെട്ടതാണെന്ന വിവരം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് പോലീസ് നിർദ്ദേശപ്രകാരം ഫോൺ ഉടമയുടെ അബുദാബിയിലുള്ള ബന്ധുവിന് കൈമാറി. മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ SHO A. ബിനുവിന്റെ മേൽനോട്ടത്തിൽ സിവിൽ പോലീസ് ഓഫീസർ രജീഷ് കുമാറിന്റെ അന്വേഷണ മികവിലാണ് ഫോൺ വീണ്ടെടുത്തത്. ഒരു വർഷം മുൻപ് നഷ്ടപ്പെട്ട ഫോൺ കടൽ കടന്ന അന്വേഷണത്തിലൂടെ തിരികെ ലഭിച്ച സന്തോഷത്തിലാണ് മൊബൈൽ ഫോൺ ഉടമ. 2 വർഷത്തിനുള്ളിൽ കാണാതായ 120-ലധികം ഫോണുകൾ രജീഷ് കുമാർ കണ്ടെത്തിയതായി CI ബിനു പറഞ്ഞു. ഒരു പോർട്ടലുണ്ട്, പോർട്ടലിൻ്റെ ഒരു CIR എന്ന് പറയുന്ന പോർട്ടലാണ്. പ്രധാനമായിട്ടും മൊബൈൽ, ലാപ്ടോപ്പ് മുതലായ സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് അതിൽ രജിസ്റ്റർ ചെയ്താൽ അത് വീണ്ടും അവർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മെസ്സേജ് കിട്ടും. ഇത് ആർക്കാണ് നഷ്ടപ്പെട്ട അവർക്കും ആ മെസ്സേജ് പോകുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇവിടെ ഇത് സംഭവിച്ചത്, ഇവിടെ തിരൂരിൽ നിന്നും നഷ്ടമായ ഒരു മൊബൈൽ തിരൂരിൽ വെച്ച് ഒരാൾ അത് വാങ്ങിക്കുന്നു. വാങ്ങിയിട്ട് അയാൾ ഗൾഫിലോട്ട് പോകുന്നു. അയാൾക്കിത് അറിയില്ല, വാങ്ങിച്ചാലിന് അറിയില്ല ഇത് ഏത് വിധത്തിലാണ് ആ കടയിൽ എത്തിയതെന്നുള്ളത്. അപ്പം ഏതായാലും അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അബുദാബിയിൽ വെച്ച് അത് ഉപയോഗിക്കുന്നു. അബുദാബിയിൽ വെച്ച് ഉപയോഗിച്ചപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ CIR-ലോട്ടും അതുപോലെ തന്നെ ഈ ആൾക്ക് നഷ്ടപ്പെട്ട ആൾക്ക് മെസ്സേജ് പോവുകയും ചെയ്തു. അപ്പം വേണേലൊരു വിദേശ രാജ്യത്ത് വെച്ച് പോയൊരു സംഭവമാണ്. മൊബൈലിൻ്റെ വില നിങ്ങൾക്കറിയാം, വലിയ വിലപിടിപ്പുള്ള സാധനമൊന്നുമില്ല. പക്ഷെ നമ്മുടെ അന്വേഷണം ആ ഒരു എക്സ്റ്റെൻറ്റിലോട്ട് ഇവിടെ വ്യാപിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വ്യാപിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത് കണ്ടെത്താൻ കഴിയും. അപ്പം ആക്ച്വലി ഈ മൊബൈലിൻ്റെ പ്രൊസസ് ചെയ്തിരുന്ന ആൾ, വാങ്ങിച്ചിരുന്ന ആൾ അറിഞ്ഞിരുന്നില്ല ഇത് നഷ്ടപ്പെട്ടു പോയതാണെന്ന്. അയാൾ സാധാരണ ഒരു മൊബൈൽ വാങ്ങിക്കുന്നത് വാങ്ങിച്ചു. ഈ മൊബൈൽ വാങ്ങിക്കുന്ന എല്ലാവരോടും, കടകളിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് പുതിയ മൊബൈൽ ഇല്ലാതെ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഐഡൻറ്റിറ്റി ആരിൽ നിന്നാണ് കിട്ടുന്നത്, എന്താണത്, ഏതുവഴിക്ക് വന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ഇപ്പോൾ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് തന്നെ ഏകദേശം 120ഓളം ഫോണുകൾ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് CIR-ൻ്റെ സെൻട്രൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്നാണ് അതിൻ്റെ പൂർണ്ണനാമം. അപ്പം നമ്മുടെ ഇവിടുത്തെ സൈബർ ടീമിൽ രജീഷ് ഇത് ഫോളോ അപ്പ് ചെയ്തിരുന്നു. ആ ഒരു ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഒരു നല്ല റിസൾട്ടോട്ട് ഇത് എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.